അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1340. സൂറത്ത് യൂനുസ് 59 മുതൽ 61 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. قل നബി അങ്ങ് ചോദിക്കൂ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന ആഹാരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, എന്നിട്ട് അവയിൽ ചിലത് നിങ്ങൾ നിഷിദ്ധവും മറ്റു ചിലത് നിങ്ങൾ അനുവദനീയവുമാക്കി. ഖുൽ അങ്ങ് ചോദിക്കൂ നബിയെ, അല്ലാഹു അദിന ലക്കും, അല്ലാഹു ആണോ ഇതിന് നിങ്ങൾക്ക് അനുമതി നൽകിയത്? അം അലല്ലാഹി തഫ്തറൂൻ, അതോ അല്ലാഹുവിന്റെ മേലിൽ നിങ്ങൾ വ്യാജം ചമച്ചു പറയുകയാണോ ചെയ്യുന്നത് എന്ന്. വമാ ലന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പേരിൽ കള്ളം നിർമ്മിച്ചുണ്ടാക്കുന്നവർക്ക് അന്ത്യനാളിനെ കുറിച്ചുള്ള വിചാരം എന്താണ്, ധാരണ എന്താണ്? ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ലദൂ ഫളലിൻ അലന്നാസ്, ജനങ്ങളുടെ പേരിൽ ഔദാര്യം നൽകുന്നവൻ തന്നെയാകുന്നു. വലാകിന്ന അക്സറഹും ലാ യഷ്കുറൂൻ, പക്ഷെ അവരിൽ മിക്ക പേരും നന്ദിയുള്ളവരാകുന്നില്ല. വമാ തകൂനു ഫീ ശഅനിൻ, തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ, അതേപോലെ അത് സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് വല്ലതും അങ്ങ് പാരായണം ചെയ്യുകയോ ചെയ്താൽ, വമാ തഅമലൂന മിൻ അമലിൻ, അതുപോലെ തങ്ങൾ മറ്റേതെങ്കിലും ജോലിയിൽ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുകയോ ചെയ്യുന്നുവെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇല്ലാ കുന്ന അലൈക്കും ശുഹൂദൻ ഇദ് തുഫീളൂന ഫീഹി, ആ പ്രവർത്തനത്തിൽ നിങ്ങൾ വ്യാപൃതരാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ പ്രവേശിക്കുന്ന സമയത്ത് നാം നിങ്ങളുടെ മേലിൽ സാക്ഷികളായിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തുടക്കത്തിൽ പറഞ്ഞു, വമാ തകൂനു ഫീ ശൈഇൻ, തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുക. വമാ തത്ലൂ മിൻഹു ഖുർആൻ, അത് സംബന്ധമായ ഖുർആനിൽ നിന്ന് തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക. അതേപോലെ വലാ തഅമലൂന മിൻ അമലിൻ, ജനങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുക, അതൊന്നും സാധ്യമല്ല. ഇല്ലാ കുന്ന അലൈക്കും ശുഹൂദൻ, നിങ്ങളുടെ മേലിൽ നാം സാക്ഷികളായിട്ടല്ലാതെ ഇത് തുഫീളൂന ഫീഹി, ആ പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകുന്ന സമയത്ത്. വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമായി, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു അണുവിന്റെ അത്ര കാര്യം അല്ലാഹുവിനെ തൊട്ട് അവ്യക്തമാവുകയില്ല. വലാ അസ്ഗറ മിൻ ദാലിക, അതിനേക്കാൾ ചെറുതും, വലാ അക്ബർ, അതിനേക്കാൾ വലുതും അല്ലാഹുവിനെ തൊട്ട് അവ്യക്തമാവുകയില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഒരു വ്യക്തമായ രേഖയിൽ അത് ഉണ്ടായിട്ടല്ലാതെ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു തആല ഉമ്മത്തിന് നൽകുകയാണ്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ.
ഒന്ന്, അറേബ്യൻ മുശ്രിക്കുകളുടെ അങ്ങേയറ്റം മോശമായ ഒരു നിലപാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുകയാണ്. അവർക്ക് തോന്നിയതുപോലെ ഹലാലും ഹറാമും സ്ഥാപിച്ചിരുന്നു. ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ചിലതിനെ അവർ യാതൊരു തെളിവിന്റെ പിൻബലവുമില്ലാതെ അവർ ഹറാമാക്കും. ബഹീറ, സായിബ, വസീല, ഹാം എന്നിങ്ങനെ മൃഗങ്ങളിൽ നിന്ന് പലതിനെയും പ്രത്യേകം കാറ്റഗറികളാക്കി തിരിച്ച് അതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല, അതിന്റെ പുറത്തൊന്നും യാത്ര ചെയ്യാൻ പാടില്ല, അതൊക്കെ ബിംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വ്യത്യസ്ത ശൈലിയിലും സ്വഭാവത്തിലും നേർച്ച നേർന്നിട്ടതാണ് എന്നിങ്ങനെയുള്ള തെറ്റായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് അവർ അതിനെയൊക്കെ ഹറാമാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മുശ്രിക്കുകളായിട്ടുള്ള അറേബ്യൻ മുശ്രിക്കുകൾ ആ ആളുകളോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താ പറയണത്? അറഅയ്തും, ഓ ജനങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം ഇറക്കി തന്നാൽ ആ ഇറക്കി തന്ന ഭക്ഷണത്തെ അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ പിന്നീട് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, അതിൽ നിന്ന് ചിലതിനെ നിങ്ങൾ ഹറാമും മറ്റു ചിലതിനെ നിങ്ങൾ ഹലാലുമാക്കുന്നു. ചിലത് നിങ്ങൾക്ക് കഴിക്കാമെന്ന് നിങ്ങൾ വെക്കുന്നു, മറ്റു ചിലതിനെ നിങ്ങൾ ഹറാമാക്കുന്നു. ചില കൃഷികൾ ഉണ്ടാക്കിയാൽ ആ കൃഷിയിൽ നിന്നൊരു വിഹിതം അവർ അവരുടെ കീഴ്ദൈവങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു മാറ്റിവെക്കും. അത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതവർ കഴിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കും. ചില മൃഗങ്ങൾ, ആ മൃഗങ്ങളെ പ്രത്യേകം ദൈവങ്ങൾക്ക് ആ നേർച്ച നേർന്നതാണ് എന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കും. പിന്നെ അതിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല, അതിന്റെ പാല് കുടിക്കാൻ പാടില്ല, അതേപോലെ തന്നെ അതിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതിന്റെ ആ മാംസം തിന്നാൻ പാടില്ല എന്ന് പറയും. വേറെ ചിലതിനെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് പറ്റും, സ്ത്രീകൾക്ക് പറ്റില്ല എന്നിങ്ങനെ പിന്നെ ഉള്ള വിധികൾ അവരുണ്ടാക്കും. വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ അവർക്ക് തോന്നിയതുപോലെ പല വിധികളും ഉണ്ടാക്കി. ആ വിധികളുണ്ടാക്കിയ ആളുകളോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, കുൽ നബിയെ തങ്ങൾ ചോദിക്കൂ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, അതിൽ നിന്ന് നിങ്ങൾ ഹറാമിനെയും ഹലാലിനെയും നിങ്ങൾ ഉണ്ടാക്കുന്നു. ചാൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചില കാര്യങ്ങൾ ഹറാമാണെന്ന് നിങ്ങൾ പറയുന്നു, മറ്റു ചില കാര്യങ്ങൾ അനുവദനീയമാണെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ അങ്ങനെ പറയാനുള്ള രേഖ എന്താണ്, അതിനുള്ള തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു, കുൽ, അങ്ങ് ചോദിക്കൂ, അല്ലാഹു അതിനലക്കും, ഇങ്ങനെയൊക്കെ പറയാൻ അല്ലാഹു ആണോ നിങ്ങൾക്ക് അനുവാദം തന്നത്? അം അലല്ലാഹി തഫ്തറൂൻ, അതോ അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളം നിർമ്മിച്ചു പറയുകയാണോ എന്ന് തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ പല വിധത്തിലും അവർക്ക് തോന്നിയതുപോലെ ഹലാലും ഹറാമും സ്ഥാപിച്ചു. അത് അല്ലാഹുവിന്റെ മേലിൽ കള്ളം പറഞ്ഞതാണ്. അല്ലാഹു തആല അനുവദിച്ചതിനെ ഹറാമാക്കാൻ ആർക്കും അവകാശമല്ല. അല്ലാഹു തആല ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ആർക്കും പാടില്ല, ഹറാമാക്കിയത് ഹലാലാക്കാനും പാടില്ല. എന്നാൽ ഇത് രണ്ടും അവർ ചെയ്തിരുന്നു. ആ ചെയ്തതിന് എന്താ രേഖ, അല്ലെങ്കിൽ അതിനെന്താണ് നിങ്ങൾക്ക് തെളിവ് എന്ന് തങ്ങൾ ചോദിക്കണം. എന്നിട്ടോ അള്ളാഹുവിന്റെ മേലിൽ അല്ലെങ്കിൽ കള്ളം പറയുകയാണോ എന്ന് തങ്ങൾ അവരോട് ചോദിക്കണം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അള്ളാഹുവിന്റെ മേലിൽ കള്ളം പറയുക തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ ഈ പറയുന്നത് പോലത്തെ ഒരു രേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പൊ വായിൽ വന്നത് നിങ്ങൾ എന്ത് ചെയ്തതാണ്? നിങ്ങൾ ഹലാലും ഹറാമുമായി പ്രഖ്യാപിച്ചതാണ്. ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. നസലത്ത്, ഈ സൂക്തം അവതരിച്ചത് ഇൻകാറൻ അലൽ മുശ്രിക്കീന, മുശ്രിക്കുകളുടെ മേൽ ബഹുദൈവ വിശ്വാസികളെ നിഷേധിച്ചുകൊണ്ടാണ്. ഫീമാക്കാനു യുഹരിമൂന വയുഹല്ലൂന മിനൽ ബഹായിരി വസ്സആയിബി വൽ വസായ, ബഹീറ, സായിബ, വസീല, ഹാമ് എന്നിങ്ങനെ മക്കത്തെ മുശ്രിക്കുകൾ പലതിനെയും ഹറാമാക്കുകയും മറ്റും ചെയ്തിരുന്നതിനെ സംബന്ധിച്ച് അതിനെ നിഷേധിച്ചുകൊണ്ട്, അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല ഇറക്കിയതാണ്. ഇത്തരത്തിൽ ഹലാലും ഹറാമും അവർക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കാൻ എന്തു രേഖയാണ് അവരുടെ കയ്യിലുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളിത് അല്ലാഹുവിൽ നിന്ന് അല്ലാഹു അനുവാദം തന്നതാണോ, അതല്ല നിങ്ങൾ അല്ലാഹുവിന്റെ മേലെ കളവ് കെട്ടി പറയുകയാണോ എന്ന് വെച്ചാൽ കളവ് കെട്ടി പറയുകയാണ്. ഇതിന് രേഖയില്ല, ഇതിന് തെളിവില്ല എന്നു തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ വ്യക്തമായി വിശദീകരിക്കുകയാണ്. ഇതാണ് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കാ മുശ്രിക്കുകൾ കന്നുകാലികളിൽ നിന്ന് ചിലത് അനുവദനീയവും മറ്റു ചിലത് നിഷിദ്ധവുമാക്കി.
അതാണ് ഇവിടെ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അല്ലെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്ന് രേഖയില്ലാതെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മേലിൽ കള്ളം കെട്ടിപ്പറയലാണ്. ഇவ்விധത്തിലുള്ള വിഭജനം അത് തീർത്തും നിരർത്ഥകമാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി ചുമക്കുന്നത് ഗുരുതരമായിട്ടുള്ള തിന്മയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഘടകമാണ് എന്നുകൂടി മനസ്സിലാക്കണം എന്നാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു തആല ഇതിനെ തുടർന്ന് പറഞ്ഞു, വമാ ലന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ യൗമിൽ ഖിയാമ. അള്ളാഹുവിന്റെ മേലിൽ കളവ് കെട്ടിപ്പറയുന്ന ആളുകൾക്ക് അന്ത്യനാളിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ ധാരണ? അതായത് പരലോകത്ത് വരുമ്പോൾ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായി എണ്ണി പ്രതിഫലം നൽകപ്പെടുന്ന ഘട്ടം വരും. അപ്പോ ആ പ്രതിഫലത്തിനും വിചാരണക്കും ആളുകൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ അരുതായ്മകളും അതേപോലെ തന്നെ പടച്ചവന്റെ മേലിൽ ആരോപണങ്ങളും ഉന്നയിച്ച ആളുകൾ അവരെ അള്ളാഹു എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അവർ ധരിക്കുന്നത് എന്നർത്ഥം. വമാ ലന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ. അള്ളാഹുവിന്റെ മേലിൽ കളവ് നിർമ്മിച്ചുണ്ടാക്കുന്നവരുടെ ധാരണ എന്താണ്? യൗമുൽ ഖിയാമ, അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അവരുടെ ധാരണ എന്താണ്? അഥവാ അവിടെ വരുമ്പോൾ എന്തു വിധത്തിലുള്ള ശിക്ഷയാണ് അള്ളാഹു തആല അവർക്ക് നൽകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടോന്നർത്ഥം. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഗൌരവതരമായി വരാത്തതുകൊണ്ട് തന്നെയാണ് ഇவ்விധം അരുതായ്മകളുടെ ആൾക്കൂട്ടമായി അവർ മാറിയിട്ടുള്ളത് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് ഹറാമാക്കുന്നവരെ, അള്ളാഹു ഹറാമാക്കിയതിനെ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് ഹലാലാക്കുന്നവരെ, തെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരാകരിക്കുകയും അവരെ അള്ളാഹു താക്കീത് ചെയ്യുകയാണ് ഈ സൂക്തത്തിലൂടെ. അതാണ് വമാ ലന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ യൗമൽ ഖിയാമ. അള്ളാഹുവിന്റെ മേൽ കളവ് നിർമ്മിച്ചു പറയുന്നവരുടെ ധാരണ അന്ത്യനാളിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഐ മാ ലന്നുഹും മയ്യുസ്നഅ ബിഹിം യൗമ മർജിഇഹിം ഇലൈനാ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ നമ്മിലേക്ക് അവർ മടക്കപ്പെടുമ്പോൾ അവരെ കൊണ്ട് എന്തു ചെയ്യുമെന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന്, അവന്റെ കോപത്തിൽ നിന്ന്, അവന്റെ അതൃപ്തിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന ഒരു ചിന്തയാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഒരിക്കലും അതിനൊരു മാർഗവും അവരുടെ മുന്നിലില്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസ്. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മേലിൽ വലിയ ഔദാര്യം നൽകുന്നവനാണ്. ആ ഔദാര്യത്തിന്റെ ഭാഗമാണ് ഫി തർക്കിഹി മുആലജതിഹിം ബിൽ ഉഖൂബത്തി ഫി ദുനിയ. അവരിത്തരം പ്രകോപനപരമായ സംഗതികൾ ചെയ്തിട്ടും അവരെ അല്ലാഹു തആല ഒരു സഡൻ ആക്ഷൻ ഇറക്കിയിട്ട് അവരെ അല്ലാഹു നശിപ്പിച്ചില്ലല്ലോ. അതവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. അഥവാ അവനെ ധിക്കരിച്ചിട്ടും അവന്റെ കൽപ്പനകളെ എതിർത്തിട്ടും ഉടൻ അവർക്കെതിരെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്നില്ലെങ്കിൽ വീണ്ടും വിചാരത്തിലുള്ള അവസരങ്ങളും സാവകാശവും അല്ലാഹു തആല വീണ്ടും നൽകുകയാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസ്. ജനങ്ങളുടെ മേലിൽ അല്ലാഹു തആല ഔദാര്യമുള്ളവനാണ് എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസി ഫീമാ അബാഹ ലഹും മിമ്മാ ഖലഖഹു മിനൽ മനാഫിഇ ഫിദ് ദുനിയ വലം യുഹർരിം അലൈഹി ഇല്ലാ മാ ഹുവ ളാർറു ലഹും ഫീ ദുനിയാഹും ഔ ദീനിഹിം. അല്ലാഹു തആല അവർക്ക് അനുവദിച്ചു കൊടുത്ത സംഗതികൾ അത് അല്ലാഹു തആല ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹമാണ്. അപ്പൊ അത് തിന്നാൻ പാടില്ല എന്നായിരുന്നു അല്ലാഹു പറഞ്ഞിരുന്നതെങ്കിൽ, അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പൊ അനുവദനീയമായ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വന്നേനെ. അപ്പൊ നമ്മുടെ ജീവിതം ദുസ്സഹമായേനെ. അപ്പൊ അത്തരം ദുസ്സഹമാകാതെ അവൻ അനുവാദം നൽകിയതുകൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ സുഖത്തോടുകൂടെ ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് ദീനിലോ ദുനിയാവിലോ ബുദ്ധിമുട്ടും അപകടവും ഉണ്ടാക്കുന്നതല്ലാത്ത ഒന്നിനെയും അല്ലാഹു തആല വിലക്കിയിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല. ഒന്നുകിൽ മതപരമായ ഒരു അപജയം, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ഒരു പ്രയാസം, അതുണ്ടാകുന്ന കാര്യങ്ങളെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കാനുള്ള അനുവാദം പൊതുവായി നൽകിയിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ എന്നിട്ടും അല്ലാഹു തആല ഇത്തരം വിശാലമായ ഒരു അനുഗ്രഹം ചെയ്തിട്ടും അവന്റെ കൽപ്പനകളെ പച്ചയായി വെല്ലുവിളിക്കുന്ന ശൈലി സ്വീകരിച്ചുകൊണ്ട് വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് എന്തുമാത്രം അക്രമമാണ് എന്നാണ്
ഈ പറയുന്നതിന്റെ ചുരുക്കം അതാണ്. വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ. പക്ഷെ ജനങ്ങളിൽ നിന്ന് അധിക പേരും അവർ നന്ദിയുള്ളവരാകുന്നില്ല. ഇത്രയൊക്കെ അനുഗ്രഹം അല്ലാഹു തആല ചെയ്തു കൊടുത്തിട്ടും അവരതിന് നന്ദി ചെയ്യുന്നൊരു സ്വഭാവത്തിലേക്ക് അവർ വളരുന്നില്ല. മറിച്ച് അവരവരുടെ തെറ്റായ ചിന്താഗതികളും സ്വഭാവങ്ങളുമായി വീണ്ടും മുന്നോട്ടു പോവുകയാണ്. നോക്കൂ, അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ ആഴം ഓർത്തുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു സംഭവം. എന്താണത്? ഇദാ കാന യൗമുൽ ഖിയാമത്തി, അന്ത്യനാളായാൽ യുഅ്താ ബി അഹ്ലി വിലായത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരവ് നൽകിയിട്ടുള്ള ഔലിയാക്കളായ അവന്റെ ഇഷ്ടദാസന്മാർ, അവരിൽ ഒരു വിഭാഗത്തെ കൊണ്ടുവരപ്പെടും. അങ്ങനെ അവർ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി 3 വിഭാഗമായി നിൽക്കും. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നിട്ട് എന്താണ് എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ അടിമ പറയും, ഖലഖതൽ ജന്നത വഅസ്യാറഹാ വസിമാറഹാ വഅൻഹാറഹാ വഹൂറഹാ വനഈമഹാ വമാ അഅദത ലിഅഹ്ലി തആതിക ഫീഹാ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തെ നീ പടച്ചു, അതിലെ മരങ്ങളും അതേപോലെ പഴങ്ങളും നദികളും ഹൂറുല്യങ്ങളും മറ്റു സൗകര്യങ്ങളും ഫെസിലിറ്റീസും അതെല്ലാം നിന്നെ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തയ്യാർ ചെയ്തതാണ് അവിടെ. അപ്പോൾ ഫഅസ്ഹർതു ലൈലി, ഞാൻ എന്റെ രാത്രിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തി, വഅൽമഅതു നഹാരി, പകല് ഞാൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ദാഹം സഹിക്കുന്ന അവസ്ഥയുണ്ടാക്കി, ശൗഖൻ ഇലൈഹാ, നിന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി നീ തയ്യാർ ചെയ്ത സ്വർഗത്തിലെത്തിപ്പെടണമെന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയും. അപ്പൊ അല്ലാഹു പറയും, അബ്ദീ ഇന്നമാ അമിൽത ലിൽ ജന്ന, എന്റെ അടിമയെ നീ സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിച്ചു, അതുകൊണ്ട് ഹാദിഹിൽ ജന്നത്തു ഫദ്ഖുൽഹാ, ഇതാ സ്വർഗം, ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. വമിൻ ഫളലി അലൈക, നിങ്ങൾക്ക് ഞാൻ ഔദാര്യം നൽകിയതുകൊണ്ട് ഞാൻ അഅ്തഖതുക മിനന്നാർ, നരകത്തുനിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ആ ഒരു കാറ്റഗറിയെ അള്ളാഹു സ്വർഗത്തിലാക്കും. പിന്നീട് രണ്ടാമത്തെ കാറ്റഗറിയിൽ നിന്നൊരാളെ കൊണ്ടുവന്ന് അള്ളാഹു ചോദിക്കും, എന്താണ് പ്രവർത്തിച്ചത് എന്ന്. അപ്പൊ അദ്ദേഹം പറയും, ഖലഖത നാറൻ, പടച്ചോനെ നീ നരകം പടച്ചു, ഖലഖത അഗ്ലാലഹാ വസഈറഹാ വസുമൂമഹാ വഹുമൂമഹാ, അല്ലാഹുവേ നീ നരകം പടക്കുകയും അതിലെ ചങ്ങലകൾ, അതേപോലെ തന്നെ കത്തിയെരിയുന്ന സംവിധാനങ്ങൾ, അതിനുള്ള വിഷലിപ്തമായിട്ടുള്ള സംഗതികൾ, കടുത്ത ചൂടുള്ള പാനീയമടക്കമുള്ള എല്ലാ ശിക്ഷകളും നിന്നെ എതിർക്കുകയും നിന്നോട് ധിക്കാരം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചു. അത് അറിഞ്ഞപ്പോൾ ഫഅസ്തർതു ലൈലി വഅൽമൗതു നഹാരി ഖൗഫൻ മിൻഹാ, ആ നരകത്തിൽ ചെന്നുപെടാതിരിക്കാനുള്ള ഭയം കൊണ്ട്, ചെന്നുപെട്ടാലോ എന്ന ഭയം കൊണ്ട് ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിച്ചു, ഇബാദത്ത് ചെയ്തു, പകല് സുന്നത്ത് നോമ്പെടുത്തു അല്ലാഹുവേ. അപ്പൊ അല്ലാഹു തആല പറയും, പടച്ചവൻ പറയും, നരകത്തിൽ നിന്ന് തൊട്ട് ഭയപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്ത നിന്നെ നരകത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുകയും നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയും. ആ കാറ്റഗറിയും അല്ലാഹു തആല സ്വർഗത്തിലാക്കും. പിന്നീട് അവിടെ 3ാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നിന്നുള്ള 3ാമത്തെ വിഭാഗത്തിൽ ഒരാളെ കൊണ്ടുവരും. എന്തിനാണ് പ്രവർത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, റബ്ബി ഹുബ്ബൻ ലക വശൗഖൻ ഇലൈക വഇസ്സതിക ലഖദ് അസ്ഹർതു ലൈലി വഅൽമൗതു നഹാരി ശൗഖൻ ഇലൈക വഹുബ്ബൻ ലക, പടച്ചോനെ ഞാൻ ഇബാദത്തെടുത്തത് നിന്നെ സ്നേഹിച്ചുകൊണ്ടും നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും നിന്നിലേക്ക് വല്ലാതെ ഇഷ്ടം കാണിച്ചുകൊണ്ടുമാണ്. എനിക്ക് സ്വർഗം എന്നത് പ്രശ്നമല്ല, നരകം എന്നതും പ്രശ്നമല്ല, നിന്റെ പൊരുത്തവും ഇഷ്ടവും എനിക്ക് കിട്ടണമെന്നാണ്. ഇതേറ്റവും ഉയർന്ന ചിന്താഗതിയുള്ള വിഭാഗമാണ്, അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചീത്തയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്ത നിങ്ങൾക്കിതാ ഞാൻ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പടച്ച റബ്ബ് മറ്റുള്ളവർ 2 കൂട്ടർക്കും നൽകാത്ത വിധത്തിലുള്ള ഒരുപാട് അംഗീകാരങ്ങളും ആദരവുകളും അല്ലാഹു തആല അവിടെ നൽകുകയും നരകത്തിൽ നിന്ന് മോചനവും സ്വർഗപ്രവേശനം നൽകുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മേലിൽ കള്ളം കെട്ടിപ്പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അള്ള കൽപ്പിച്ചതുപോലെയും പഠിപ്പിച്ചതുപോലെയും തന്നെ ജീവിക്കുന്ന ശൈലി ഉണ്ടാകണമെന്ന്. 3ാമതായിട്ട് അള്ളാഹു പറയുന്നു, ഒമാ തകൂനു ഫീ ശഅനിൻ, തങ്ങൾ ഏതൊരു കാര്യത്തിലായാലും ഒമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ,
അത് സംബന്ധമായ ഖുർആനിൽ ഞങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന സമയത്തും വലാ തഅമലൂന മിൻ അമലിൻ, ജനങ്ങളെ നിങ്ങൾ എന്തൊരു പ്രവർത്തനം നടത്തുന്ന സമയത്തും നിങ്ങൾക്കതൊന്നും ചെയ്യാനാവില്ല. ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ ആ പ്രവർത്തനത്തിൽ മുഴുകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മേലിൽ സാക്ഷികളായിട്ടല്ലാതെ. അതായത് നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും അള്ളാഹു ആവുന്ന യജമാനൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുകൊണ്ട് നമുക്ക് നല്ലതും ചീത്തയും ഒന്നും ചെയ്യാനുള്ള അവസരമുണ്ടാവില്ല. എന്നുമാത്രമല്ല വമാ യഅ്സുബു റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒരു അണുവിന്റെ അത്ര തൂക്കമുള്ള ഒരു സംഗതി പോലും അള്ളാഹുവിനെ തൊട്ട് ഗോപ്യമാവുകയോ മറയുകയോ ചെയ്യില്ല. വല അസ്ഗറ മിൻ ദാലിക വല അക്ബർ, അതിനേക്കാൾ പിന്നെ ആ അണുവിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള ഒരു സംഗതിയുമില്ല ഇല്ലാ ഫി കിതാബിൻ മുബീൻ, വ്യക്തമായ രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളെല്ലാം തന്നെ സർവ്വകാര്യങ്ങളും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് പടച്ചവനിവിടെ വ്യക്തമാക്കുന്നത്. നോക്കൂ, 14 നൂറ്റാണ്ട് മുമ്പ് അണുവിനേക്കാൾ ചെറിയ വസ്തു ഉണ്ടെന്ന ഖുർആനിക പ്രഖ്യാപനം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അണുവിനേക്കാൾ ചെറുത് എന്നല്ലേ പറഞ്ഞേ. നേരത്തെ അണു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്? അതിനേക്കാൾ ഇനി ചെറുതില്ല, അത് പരമാവധി അതിന്റെ ചെറുതിന്റെ എന്ന് പറഞ്ഞാൽ അതിനി അംശയിക്കാൻ പറ്റാത്ത വിധം ചെറുതാണ് എന്നായിരുന്നു ധാരണ. എന്നാൽ ഖുർആൻ അന്ന് തന്നെ പറയണം അണുവിനേക്കാളും ചെറുത്, ആ ചെറുതും അല്ലാഹു തആലക്ക് അവ്യക്തമല്ല എന്ന്. എന്നാൽ ഇപ്പോ നമുക്കറിയാം അണുവും എന്തിനു പറ്റിയതാണ്, അത് അംശയിക്കാൻ പറ്റിയതാണ് എന്ന കണ്ടെത്തലുകൾ ഇന്ന് പിന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നതുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര സ്വകാര്യതയിലും അവന്റെ നിരീക്ഷണത്തിന്റെ പിടിയിലാണ് നമ്മളുള്ളത് എന്ന് ഓർക്കുക. അതുകൊണ്ട് പരസ്യ ജീവിതത്തിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലും വിശുദ്ധിയുടെ ശൈലിയും സ്വഭാവവും നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം ശക്തമായി അസ്ഥിക്ക് പിടിച്ചൊരു ശൈലിയുമായി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.